അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എത്രമാത്രം അധപ്പതിക്കാമോ അത്രമാത്രം അധപ്പതിച്ച ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ താഴേക്കിടയിലുള്ള പാർട്ടി അണികൾ കൂട്ടത്തോടെ കൊടുത്ത പണിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. ഒരു സംശയവും വേണ്ട, പാർട്ടി അണികൾ തന്നെയാണ് ഈ പണി കൊടുത്തത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. അങ്ങനെ ഇന്ത്യൻ ഇലക്ഷൻ മാമാങ്കം കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അലക്കലും വെളുപ്പിക്കലും വീണ്ടും അലക്കലും വെളുപ്പിക്കലുമായിട്ട് ഒട്ടേറെ ചാനലുകളും പോസ്റ്റുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിനെക്കുറിച്ച് താത്വികമായ ഒരു അവലോകനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നു എങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമല്ലാതിരുന്നിട്ട് കൂടി നമ്മൾ എങ്ങനെ തോറ്റു എന്ന് ചിന്തിക്കുന്ന കുമാരപിള്ള സാറന്മാരും അതിപ്പോഴും മനസ്സിലാകാത്ത ഉത്തമന്മാരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്രയും ശക്തമായ ആൻറ്റി ഇൻകംബൻസി കേരളത്തിലെ ഭരണപക്ഷത്തോടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. ജനാധിപത്യ രീതികളോട് പരമപുച്ഛം, മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം. ഓർക്കുന്നില്ലേ, ഒരു പ്രസംഗത്തിന് ശേഷം ആ പ്രസംഗത്തെക്കുറിച്ച് നല്ലത് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയോട് അമ്മാതിരി കമൻ്റ് ഒന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ധാർഷ്ട്യം, മനുഷ്യവിരുദ്ധമായ രീതികൾ ഒരു സർക്കാരും ഒരു കാലത്തും കാണിക്കാത്ത ധൂർത്തും അഴിമതിയും, നവകേരള സദസ്സും മാസപ്പടി കേസും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ദിശാബോധം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദിശാബോധം ഇല്ലാത്ത സാമ്പത്തിക നയങ്ങൾ, പോലീസ് നയങ്ങളിലെ പാളിച്ചകൾ, മാധ്യമ വേട്ട, ഇതിലുമൊക്കെ ഉപരി സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കുക, SFI പിള്ളേരുടെ അക്രമരാഷ്ട്രീയം, സിദ്ധാർത്ഥന്റെ മരണം, ഓർമ്മയില്ലേ? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എത്രമാത്രം അധപ്പതിക്കാമോ അത്രമാത്രം അധപ്പതിച്ച ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ താഴേക്കിടയിലുള്ള പാർട്ടി അണികൾ കൂട്ടത്തോടെ കൊടുത്ത പണിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. ഒരു സംശയവും വേണ്ട, പാർട്ടി അണികൾ തന്നെയാണ് ഈ പണി കൊടുത്തത്. പലയിടത്തും പാർട്ടിയിലെ ഹിന്ദുക്കളായ അണികൾ BJPക്കാണ് വോട്ട് ചെയ്തത്. ശ്രദ്ധിച്ചു നോക്കിയാൽ 110ഓളം നിയമസഭാ സീറ്റുകളിലെ വോട്ട് ഭരണവിരുദ്ധമാണ് എന്ന് കാണാം. നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ 2019 അപേക്ഷിച്ച് BJPയുടെ വോട്ടുകൾ ഇരട്ടിയായതായി കാണാം. അതും വടക്കൻ കേരളത്തിൽ ധർമ്മടം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ. മാത്രമല്ല, തൃശ്ശൂരും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പല നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞതിന്റെ രഹസ്യം CPMലെ ഹിന്ദുക്കളായ അണികൾ BJPയോട് പഴയതുപോലെ അകലം പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഓർക്കണം, BJP പിടിക്കുന്ന വോട്ടെല്ലാം കോൺഗ്രസിൻ്റെതായിരിക്കും എന്ന ധാരണ ഇനി മുതൽ ഒരു മിഥ്യാധാരണ ആണ് എന്നറിഞ്ഞോളൂ. BJPക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് മുക്ത കേരളം തങ്ങളെ എങ്ങും എത്തിക്കില്ല എന്നും, മറിച്ച് CPM മുക്ത കേരളമായിരിക്കും ഇനി അങ്ങോട്ട് നടപ്പാക്കേണ്ടുന്ന സ്ട്രാറ്റജി എന്നും. മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന പാർട്ടി ഇതുപോലെ പച്ചയായ നഗ്നമായ വർഗീയ പ്രീണനം നടത്തിയ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. CAA പറഞ്ഞ് മുസ്ലിം ജനതയെ പേടിപ്പിച്ച് കൂടെ നിർത്തുവാൻ ശ്രമിച്ചതും, മുസ്ലിങ്ങളുടെ അപ്പോസ്തലന്മാർ തങ്ങളാണെന്ന മട്ടിലുള്ള പ്രസ്താവനകളും പ്രകടനങ്ങളും വടകര മണ്ഡലത്തിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും എല്ലാം അവസാനം തിരിച്ചടിച്ചു. പാർട്ടി അണികളായ ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്യാനുള്ള മറ്റൊരു കാരണം അതാണ്. മുസ്ലിം ജനതയ്ക്കും കാര്യങ്ങൾ മനസ്സിലായി. അവരെ പൊട്ടന്മാരാക്കാനുള്ള ശ്രമം അവർ തിരിച്ചറിഞ്ഞു. അവരും കൈവിട്ടു. അവരോ UDFന് വോട്ടും ചെയ്തു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 30ഓളം നിയമസഭാ സീറ്റുകളിൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അല്ലെങ്കിൽ നിർത്താനായാൽ BJPക്ക് ജയിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു അവസ്ഥ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതിന് കാരണക്കാർ CPM എന്ന പാർട്ടിയാണ്. BJP ഓഫീസിന്റെ മുൻപിൽ CPM ഈ ഓഫീസിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കുന്ന കാലം അതിവിദൂരമല്ല. പാർട്ടിയുടെ അവസ്ഥ ബംഗാളിലും ത്രിപുരയിലും ഉപ്പുവച്ച കലം പോലെയായി എന്ന് പറയുന്ന ദോഷൈക ദൃക്കുകൾ കേരളത്തിലും നിരവധിയുണ്ട്. അവർ കേരളത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ തലപൊക്കി തുടങ്ങിയിട്ടുമുണ്ട്. പൊതുവെ നമ്മൾ മലയാളികൾക്ക് ഉത്തരേന്ത്യക്കാരോട് വലിയ പുച്ഛമാണ്. മലയാളിയുടെ ലിറ്ററസി റേറ്റ് നോക്ക്, മലയാളിയുടെ അത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ ഉത്തരേന്ത്യക്കാരെ നോക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രത്യേകിച്ചും ഉത്തർപ്രദേശുകാരോട്. എന്നിട്ട് ഒടുക്കം മോദിക്ക് പണി കൊടുക്കുവാൻ അതേ ഉത്തർപ്രദേശുകാർ തന്നെ വേണ്ടി വന്നു. കാര്യം, ഭരണമൊക്കെ കിട്ടി, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കൊടുത്തില്ലല്ലോ. ആരാണ് അതിന് കാരണക്കാർ? ഓർക്കണം മലയാളികൾ. മോദിക്ക് പണി കൊടുക്കുവാൻ ചാണക സംഖ്യകൾ നിറഞ്ഞ ഉത്തർപ്രദേശ് തന്നെ വേണ്ടിയും വന്നു. അതുകൊണ്ട് മലയാളികൾക്ക് കുറച്ച് സ്മരണയാകാം. എന്തായാലും ഒടുക്കം ചാണകം ചവിട്ടാതെ നടന്ന മലയാളികൾ ചാണകം ചവിട്ടുകയും ചെയ്തു. കേരളം ചാണകം ചവിട്ടിയ കാര്യം പറഞ്ഞപ്പോഴാണ് മനോരമയുടെ എക്സിറ്റ് പോൾ ഓർമ്മ വന്നത്. തൃശ്ശൂര് സുരേഷ് ഗോപി 3ാം സ്ഥാനത്തെത്തുമെന്നാണ് മനോരമ പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ
ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ, അല്ലാതെ എന്തു പറയുവാൻ. മോഡി ജയിച്ചാൽ കാവി ഉടുത്ത് രുദ്രാക്ഷവും ഇട്ട് ചാനൽ ഫ്ലോറിൽ വരും എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തക കാവി ഉടുത്തോ എന്തോ. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും നടത്തിയ പ്രവചനങ്ങളെല്ലാം പൊളിഞ്ഞു. സാരമില്ല, പ്രശാന്ത് കിഷോർ ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രവചന സിംഹങ്ങളും നടത്തിയ എല്ലാ പ്രവചനങ്ങളും പാളിപ്പോയി. എക്സിറ്റ് പോൾ നടത്തിയ ഒട്ടുമിക്ക ഏജൻസികളും തലയിൽ മുണ്ടിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. പ്രവചനങ്ങൾ നടത്തിയ ജ്യോതിഷ കേസരികളെ കാണണമെങ്കിൽ ഇനി മഷിയിട്ട് നോക്കണം. പക്ഷേ ഇന്ത്യൻ വോട്ടർമാരുടെ മനസ്സ് പ്രവചനാതീതമാണ് എന്ന് ഇവരെല്ലാവരും മറന്നുപോയി. എന്തായാലും സംഖ്യകൾക്ക് ആശ്വസിക്കാം. ഇന്ത്യ മുന്നണിക്ക് പൊരുതാനുള്ള സീറ്റുകൾ ഉറപ്പിച്ച നിലയ്ക്ക് EVM-നെ ആരും കുറ്റം പറയുന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു EVM തിരിമറി എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വായിലുള്ള കരച്ചിലുകൾ. തൽക്കാലം EVM രക്ഷപ്പെട്ടു. ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വാക്യപത്രം സൂചിപ്പിക്കുന്നത് രാജ്യം ഇനി അങ്ങോട്ട് ഒരു കൂട്ടുകക്ഷി ഭരണമാണ് കാണാൻ പോകുന്നത് എന്നാണ്. ഇത് രാജ്യത്തിന് ഗുണകരമാകുമോ? ഒരു ദീർഘകാല പദ്ധതിയെ ഉന്നമിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും ആശാസ്യമല്ല. സമ്പദ്ഘടനയെ ഊർജ്ജസ്വലമാക്കി 3-ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഇന്ത്യക്ക് ഇതൊട്ടും ഗുണകരമല്ല. എന്തൊക്കെയാണ് ഈ സർക്കാരിന്റെ പ്രത്യേകതകൾ? നെഹ്റുവിന് ശേഷം 3-ാം വട്ടവും പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി. അതും ഒരു കോഅലീഷൻ മന്ത്രിസഭയെ നയിച്ചുകൊണ്ട്. പ്രധാനമായും തെലുഗുദേശം പാർട്ടിയുടെ 16-ഉം JDU-വിന്റെ 12 സീറ്റുകൾ ആശ്രയിച്ചുകൊണ്ട്. ഈ തെരഞ്ഞെടുപ്പ് BJP-ക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ, ഭിന്നതകൾ മറനീക്കി പുറത്തു കൊണ്ടുവന്നു. യോഗി ആദിത്യനാഥുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് UP-യിൽ BJP-ക്ക് പണി കൊടുത്തത്. യോഗി നിർദ്ദേശിച്ച 30ഓളം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വെട്ടിയാണ് അവിടെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വം നിശ്ചയിച്ചത് എന്നുള്ള കിംവദന്തികൾ ഒരു വശത്തുണ്ട്. അതേപോലെ RSS-ഉമായുള്ള ഭിന്നതകളെല്ലാം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ വലിയേട്ടൻ മനോഭാവം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കോൺഗ്രസിന്റെ ഒരു പുനരുദ്ധാരണമാണ് നമ്മളിവിടെ കണ്ടത്. കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടിയോളം സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി ഇത്തവണ കോൺഗ്രസിന്. കോൺഗ്രസും BJP-യും നേരിട്ട് ഏറ്റുമുട്ടിയ 2019-ൽ കോൺഗ്രസ് തകർന്നു പോയെങ്കിൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമായി. അവർ നേരിട്ട് ഏറ്റുമുട്ടിയ രാജസ്ഥാനിൽ, തെലങ്കാനയിൽ, കർണാടകയിലൊക്കെ അവർക്ക് സ്ഥിതി വളരെ മെച്ചപ്പെടുത്താനായി എന്നതാണ് വസ്തുത. എന്നിരുന്നാലും മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നല്ലതാണ്. രാഹുൽ ഗാന്ധി 3-ാം വട്ടമാണ് മോദിയോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നത് എന്ന വസ്തുത മറന്നുകൂടാ. ഭരിക്കാൻ കഴിയുന്ന സീറ്റുകളിലേക്ക് എത്തിയില്ലെങ്കിലും കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരിക്ക് മൂർഖൻ പാമ്പ് വരെയുള്ള സർവകക്ഷികളും ഈ ഒരു അലയൻസിലുണ്ട്. 37 പാർട്ടികളുള്ള ഒരു അവിയൽ മുന്നണിക്ക് ഭരണം കിട്ടിയിരുന്നുവെങ്കിൽ എന്താകും രാജ്യത്തിന്റെ അവസ്ഥ എന്നുകൂടി നമ്മൾ ഓർക്കണം. DMK പോലെ അഴിമതി കണ്ടുപിടിച്ച കക്ഷികൾ കൂടിയുള്ള ഒരു സഖ്യമാണ് ഇതെന്നുകൂടി നമ്മൾ ഓർക്കണം. കിങ് മേക്കേഴ്സായി റീജിയണൽ പാർട്ടികൾ വീണ്ടും വരുന്നു എന്നതാണ് ഈ ഇലക്ഷന്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ കുതിപ്പിലാണ്. GDP ഉയരുന്നു, അതുപോലെ ഇൻഫ്ലേഷൻ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഇന്ത്യയുടെ ഗ്രാമീണ ജനതയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് BJP മറന്നു. റൂറൽ ഇന്ത്യയിൽ BJP-യുടെ സീറ്റെണ്ണം ഇന്ത്യ മുന്നണിയെ അപേക്ഷിച്ച് കുറവാണ്. മറ്റൊന്ന്, ആർക്ക് വോട്ട് ചെയ്താലും നമുക്കെന്താ, നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് വല്ലതും കിട്ടും, ആർക്ക് വോട്ട് ചെയ്താലും നമുക്കൊരു മാറ്റവും സംഭവിക്കില്ല എന്ന മിഡിൽ ക്ലാസ് വോട്ടർമാരുടെ ചിന്ത ഇത്തവണ കൂടുതലായിരുന്നു. ഇത് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ വോട്ടേഴ്സ് ടേൺ ഔട്ടിലുമൊക്കെ വ്യക്തമായും പ്രതിഫലിച്ചിട്ടുണ്ട്. ആദായ നികുതി പോലെയുള്ള വിഷയങ്ങളിൽ പല വർഷങ്ങളായി മിഡിൽ ക്ലാസ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ സർക്കാർ തഴഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്തയും മധ്യവർത്തികളുടെ ഇടയിൽ രൂഢമൂലമായിരുന്നു. അത് സത്യവുമായിരുന്നു. വർക്കിംഗ് ക്ലാസിനെ വല്ലാതെ ടാക്സ് ചെയ്തിരുന്നു ഈ സർക്കാർ. പലപ്പോഴും ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന്റെ മറുപടികൾ നിരാശാജനകവും നിഷേധാത്മകവുമായിരുന്നു. രാമക്ഷേത്രം വോട്ട് കൊണ്ടുവരും എന്ന് BJP വിചാരിച്ചു, പക്ഷെ നടന്നില്ല. രാമക്ഷേത്രവും ഹിന്ദുത്വവും എല്ലാം പറയാൻ കൊള്ളാം. രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദിലെ BJP-യുടെ തോൽവി കാണിക്കുന്നതും അതാണ്. പക്ഷേ ആത്യന്തികമായി വോട്ട് കൊണ്ടുവരുന്നത് ഹൗ യു ഡെലിവർ എന്നതിലാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലും അതുപോലെ ഡെലിവർ ചെയ്യുന്നതിലും മോഡി ഗവൺമെന്റ് തീർച്ചയായും ഒരു വിജയം തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ 3-ാം ഭരണവും വീണ്ടും മോദിയുടെ കൈകളിലേക്ക് വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും 10 വർഷം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം വീണ്ടും ഭരണത്തിൽ വരിക എന്നത് ഇന്ത്യ പോലെ ഒരു വൈവിധ്യങ്ങളുടെ നാട്ടിൽ അസാധാരണമായ ഒന്നാണ്. ഭരണവിരുദ്ധ വികാരം കുറവായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രധാന കാര്യം. മോദിയുടെ പ്രഭാവം കുറഞ്ഞോ എന്ന ചോദ്യം അപ്രസക്തമാണ്. ഇത്തവണ ഇങ്ങനെ സംഭവിക്കുമെന്ന് മോദിയും അമിത്ഷായും നേരത്തെ അറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടായിരിക്കണം നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും കൂടെ കൂട്ടിയത്. അതുകൊണ്ട് തന്നെയല്ലേ മോദിയുടെ പ്രസംഗങ്ങൾ പലതും വർഗീയ പരാമർശങ്ങളിലേക്ക് നീണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം
കോൺഗ്രസിനെ ആക്രമിക്കാനും അവരുടെ മാനിഫെസ്റ്റോയെ വിമർശിക്കുവാനും മോദിയും കൂട്ടരും കൂടുതൽ സമയം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയല്ലേ ചാർ സൗ പാർ മുദ്രാവാക്യം മുഴക്കിയത്. രാജ്യത്ത് സുസ്ഥിരമായൊരു ഭരണം കാഴ്ചവെക്കുവാൻ കൂട്ടുകക്ഷി ഭരണം ഒരിക്കലും സഹായകം ആവുകയില്ല. ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ കുതിപ്പിന് അത് കടിഞ്ഞാണിട്ടേക്കുമോ എന്ന ആശങ്ക സത്യത്തിൽ പരക്കെ എല്ലാവർക്കുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും മലയാളിക്ക് തീർച്ചയായും ആശ്വസിക്കാം. കാരണം വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുവാനും മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇനിയുമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.